തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളെ ആകർഷിക്കാൻ അവരുടെ മനസ്സിൽ ഇടം പിടിക്കാനായി പല അടവുകളും പയറ്റുകയാണ് മുന്നണികൾ. സന്ദേശമയച്ചും സർവേ നടത്തിയും യാത്ര നടത്തിയും ജാഥ നടത്തിയും ഒക്കെ അങ്ങനെ കളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് മുന്നണികൾ. ഇപ്പോൾ ചർച്ചയാകുന്നത് ഒരു അഭിമുഖമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും മോഹൻലാലും തമ്മിൽ നടത്തിയ അഭിമുഖം. കഴിഞ്ഞ ദിവസം അതിന്റെ ടീസർ പുറത്തു വന്നിരുന്നു. ഇരുവർ എന്ന പേരിലാണ് അഭിമുഖം എത്തുന്നത്. അധികം വൈകാതെ തന്നെ അതിന്റെ സംപ്രേഷണം ഉണ്ടാകും. വരും ദിവസങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെയായിട്ടാണ് അതിന്റെ സംപ്രേഷണം ഉണ്ടാവുക. അതിന്റെ ടീസർ ഇപ്പോൾ വലിയ ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. CPM സൈബർ ഹാൻഡിലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഈ അഭിമുഖം തന്നെയാണ്. മോഹൻലാലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ മോഹൻലാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും നമുക്ക് ആ ടീസറിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം അങ്ങനെ കടന്നാക്രമിക്കുന്നില്ല അഭിമുഖത്തെ. പക്ഷേ എങ്കിലും പരിഹസിച്ചുകൊണ്ടാണ് VD സതീശൻ രംഗത്തെത്തിയിട്ടുള്ളത്. കാരണം 2008 മോഹൻലാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു അഭിമുഖം എടുത്തിരുന്നു. അതിന്റെ പേരും ഇരുവർ എന്നായിരുന്നു. കാലം ഇത്രയും കഴിഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും ഒന്ന് മാറ്റാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കലുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എങ്ങനെയെങ്കിലും ഒന്ന് ചിരിച്ചു കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന തരത്തിലാണ് മറുപടി. സത്യത്തിൽ ഈ അഭിമുഖം ഒരു PR സ്റ്റണ്ടാണോ എന്ന് നോക്കാം. അജിം സർ, എങ്ങനെയാണ് ഈ അഭിമുഖത്തെ കാണുന്നത്? ഇതിൽ ഈ പറയുന്നത് പോലെ ഒരു വിമർശനങ്ങളൊക്കെ നടത്താൻ തക്ക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അഭിമുഖത്തിന്? ഞാൻ അഭിമുഖത്തിലേക്ക് പിന്നെ വരാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു 3-4 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ പബ്ലിക് റിലേഷൻ വാറാണ്. തെരഞ്ഞെടുപ്പ് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് വൈകാൻ സാധ്യതയുണ്ടെന്ന് പലരും പറയുന്നു. മെയ്യിലേക്കൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർച്ച് അവസാനം ഏപ്രിലൊക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക. അതല്ല ഈ ഫെബ്രുവരി അവസാന വീക്ക് പ്രഖ്യാപിക്കുമെന്നും ചിലർ പറയുന്നുണ്ട്. ഒന്നും നമുക്കൊരു ഉറപ്പില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉടൻ ഉണ്ടാവും. ഏതായാലും ഈ വർഷം ഉണ്ടാവും. ഈ വർഷം ആദ്യത്തെ 4 മാസത്തിനുള്ളിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഇന്നേ വരെ കാണാത്ത, അതായത് സാമൂഹിക മാധ്യമങ്ങൾ മലയാള ഭാഷയിൽ വ്യാപകമായതിനു ശേഷം ഇന്നും വരെ കാണാത്തത്ര അതിശക്തമായ പബ്ലിക് റിലേഷൻ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പക്ഷത്തും. ഇത് ഭരണപക്ഷത്ത് മാത്രമല്ല, പ്രതിപക്ഷത്തും. ഇപ്പോൾ കഴിഞ്ഞൊരു 4 ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഒരു 4 ദിവസം മുമ്പാണ്, 2-3 ദിവസം മുമ്പാണ് ഒരു വാർത്ത വന്നത്. CPMൻ്റെ സൈബർ എന്നാണ് ക്യാമ്പിൽ പൊട്ടിത്തെറി, 2-3 പേര് അതിൽ നിന്ന് മാറി നിൽക്കുന്നു, അങ്ങനെ പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. എല്ലാ ചാനലുകളും ആ വാർത്ത കൊടുത്തിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് പിറ്റേ ദിവസം MP നികേഷ് കുമാർ, അവരുടെ സോഷ്യൽ മീഡിയ ഹെഡ് എന്ത് ചെയ്യുന്നു, ഒരു പോസ്റ്റ് ഇടുന്നു. MP നികേഷ് കുമാറിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ നിങ്ങൾ കടന്നു വരൂ, ആളുകൾ കൂടുതൽ ഹയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു കോളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഞാൻ അവിടെയല്ല അത് കാണുന്നത്. ഒരാഴ്ചയായിട്ട് CPMൻ്റെ പക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും CPMൻ്റെ നറേറ്റീവ് പ്രചരിപ്പിക്കുന്നതുമായ ധാരാളം കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഫ്ലഡ് ചെയ്യുകയാണ്. അതിനർത്ഥം അത്ര ശക്തമായിട്ട് LDF ക്യാമ്പ് അതിൽ പണിയെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോയി ഓരോ റീല് കാണുകയോ അല്ലെങ്കിൽ പോസ്റ്ററുകൾ കാണുകയോ ചെയ്താൽ കൂടുതലായും LDF സർക്കാരിന് എതിരായിട്ടുള്ള പോസ്റ്ററുകളാണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എവിടെ പോയാലും ഒരുതരം പിണറായി വിരുദ്ധ മനോഭാവം, എന്ത് റീലെടുത്താലും സർക്കാരിനെ വിമർശിക്കുന്ന ഇത് ധാരാളം അത്തരം കണ്ടന്റുകൾ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ LDFൽ നിന്നുള്ള സൈബർ ആളുകൾ, CPMൻ്റെ പ്രത്യേകിച്ചും CPMൻ്റെ സൈബർ പോരാളികൾ, അവർ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ടിയുടെ സൈബർ ഇടപെടൽ അത്ര പോരാ എന്നാണ്. ഇപ്പോൾ CPMന് തുടക്കം മുതൽ വളരെ മുമ്പേ തന്നെ CPMന് സൈബർ വിങ്ങുണ്ട്. അവർക്ക് പരിശീലനം കൊടുത്തിരുന്നു. കുറേ കൂടി ശാസ്ത്രീയമായും പ്രൊഫഷണലായിട്ട് അത് കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയാണത്. ഇപ്പോൾ കോൺഗ്രസിനെ അപേക്ഷിച്ചാണെങ്കിലും മുസ്ലിം ലീഗിനെ അപേക്ഷിച്ചാണെങ്കിലും BJPക്ക് പിന്നെ അവരുടെ തന്നെ വേറെ തന്നെ സംവിധാനങ്ങളുണ്ട്. RSSനും അതിൻ്റെ സംവിധാനമുണ്ട്. CPM കുറേ കൂടി പ്രൊഫഷണലായിട്ട് കൊണ്ട് നടക്കുന്ന ഒന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ വീക്കാണെന്ന് തോന്നുകയും ഈ പറയുന്ന ധാരാളം കണ്ടന്റുകൾ സർക്കാരിനെതിരെ വരികയും ചെയ്തു. അപ്പോൾ അതിനെ CPM വിശേഷിപ്പിച്ചത് അത് കനകോലു എഫക്റ്റ് ആണെന്നാണ്. അതായത് കോൺഗ്രസ് സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടി, കൃത്രിമമായി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കനകോലുവിൻ്റെ ഉപദേശം അനുസരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നു എന്ന ആരോപണം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പടി മുന്നിൽ CPM കണ്ടന്റുകളുടെ പ്രഭാവം, അത് സത്യമോ ശരിയോ ന്യായമോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്, കണ്ടന്റുകളുടെ എണ്ണം വെച്ച് മറ്റെല്ലാ പ്രചാരണങ്ങളെയും മുക്കിക്കളയുന്ന വിധം വലിയ വ്യാപകമായ പ്രചാരണം CPM ക്യാമ്പിൽ നിന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഇനി അതിനെ മറികടക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമോ അല്ലെങ്കിൽ UDFൻ്റെ മറ്റ് പാർട്ടികൾ ശ്രമിക്കുമോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇപ്പം നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവർ അത്ര തന്നെ ഇങ്ങനെ ഫ്ലഡ് ചെയ്യുകയാണ്. അത്രയധികം കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട്. ഇത് കൂടാതെയാണ് നേരത്തെ ദിവ്യ പറഞ്ഞ മോഹൻലാലിൻ്റെ അഭിമുഖം വരുന്നത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ അഭിമുഖം PR ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും PR തന്നെയാണ്. PR എന്ന് വെച്ചാൽ ഒരു മോശം കാര്യമല്ല. അത് PR ആണ് എന്ന് രാഷ്ട്രീയ ആരോപണം ഉണ്ടെങ്കിൽ PR എന്ന് പറഞ്ഞൊരു മോശം കാര്യമേ അല്ല. പബ്ലിക് റിലേഷൻ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണ്, സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നില്ലേ, മീഡിയ വൺ പോലും ചെയ്യുന്നുണ്ട് PR.
പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിക്കേഷനിലെ ഒരു മാർഗ്ഗമാണ്. തങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ്. അപ്പോൾ അതൊരു സർക്കാർ ചെയ്യുമ്പോൾ അതാണ് പ്രശ്നം. സർക്കാരിൻ്റെതായ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളോട് പറയുക, ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് PR-ൻ്റെ ലക്ഷ്യം. ആ ഡിപ്പാർട്ട്മെൻറ്റ് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് CPM-ൻ്റെ പഴയ AKG സെൻറ്റർ കേന്ദ്രീകരിച്ച് പാർട്ടിയുടേതായ പബ്ലിക് റിലേഷൻ സംവിധാനമുണ്ട്. LDF-ന് വേറെ തന്നെ പബ്ലിക് റിലേഷൻ സംവിധാനമുണ്ട്. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പബ്ലിക് റിലേഷൻ പ്രവർത്തനങ്ങൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നു ഈ സർക്കാർ എന്നുള്ളതാണ് ആക്ഷേപം. ഇപ്പോൾ മോഹൻലാല് വേണ്ടുള്ള അഭിമുഖം അതിന് സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയില്ല അതിനെപ്പറ്റി. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇനി ആ അഭിമുഖം എങ്ങനെയാണ്, അതൊരു വാർത്താമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവർ പണം മുടക്കുന്നുണ്ടോ, അത് നമുക്കറിയില്ല. ഇപ്പോൾ വ്യക്തമല്ല. അപ്പോൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം എന്തിനു കൊടുക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുക്കുന്നതിൽ തെറ്റില്ല. മുഖ്യമന്ത്രി എന്തായിരിക്കും പറയേണ്ടത്? അഭിമുഖത്തിൽ പറയേണ്ടത് സർക്കാർ കഴിഞ്ഞ 5 വർഷമായി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതാണ്, ജനങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നു. കാരണം ഒരു സർക്കാർ നന്നായി പ്രവർത്തിച്ചാൽ മാത്രം പോരാ, സർക്കാർ നന്നായി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകൂടി വേണം. അതും വളരെ നിർബന്ധമാണ്. ചില ഇലക്ഷൻ തോൽവികളിൽ ഈ ഒരു കാരണം വരുന്നുണ്ട്. ഒരു സർക്കാർ നന്നായിട്ട് പ്രവർത്തിച്ചൊരു ഇലക്ഷൻ തോൽവി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അത് ജനങ്ങളിലേക്ക് വേണ്ട വിധം എത്തിയില്ല എന്ന വിലയിരുത്തലുണ്ടാവാം. സുപ്രീം കോടതി ചോദിച്ചു അതിലെന്താ തെറ്റെന്ന് ചോദിക്കുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ അഭിമുഖം വരുമ്പോൾ മോഹൻലാൽ ഈ പിണറായി വിജയനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇതുപോലെ പ്രധാനമന്ത്രി ഒരു സിനിമാ താരം ഇൻ്റർവ്യൂ ചെയ്തിരുന്നു, അക്ഷയ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങ് മാങ്ങ കഴിക്കാറുണ്ടോ, എങ്ങനെയാണ് അത്, മുറിച്ചിട്ടാണോ കഴിക്കുന്നത്, അല്ല കടിച്ച് വലിച്ചൂമ്പിയാണോ കഴിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. അത്ര എന്താണ് പറയുക, ഇറലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റൊരു അഭിമുഖത്തിൽ, ഒരു റൂബിക്ക ലിയാഖത്തുമായിട്ടുള്ള അഭിമുഖത്തിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ അഭിമുഖത്തിലാണ് അദ്ദേഹം ഒരു ബോട്ട് യാത്രക്കിടയിൽ പറഞ്ഞ് ഞാൻ എന്താണ് ബയോളജിക്കൽ അല്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം ബയോളജിക്കൽ അല്ലെന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ അഭിമുഖത്തിൻ്റെ ഒരു ടോൺ, അതിൻ്റെ ടീസർ ഞാൻ കണ്ടു. ടീസറിൻ്റെ ടോൺ അതിൽ രാഷ്ട്രീയം സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ വളരെ വ്യക്തിപരമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, ഏത് സിനിമ ഡയലോഗാണ്, അതുപോലെ എൻ്റെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ്, അങ്ങനെയുള്ള വളരെ വ്യക്തിപരമായ ചോദ്യങ്ങളാണ് മോഹൻലാൽ ചോദിക്കുക. മോഹൻലാലിന് അതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയമുള്ളൊരു സിനിമ നടല്ല. അദ്ദേഹം ഒരു മികച്ച അഭിനേതാവാണ്. പിണറായി വിജയനാകട്ടെ വളരെ മോശം അഭിനേതാവാണ്. ക്യാമറയ്ക്ക് മുമ്പിൽ പോലും അഭിനയിക്കാറില്ലാത്തൊരു മനുഷ്യൻ, പച്ച മനുഷ്യൻ എന്ന് പറയാവുന്ന, ഉള്ളിലുള്ളത് മുഖത്ത് വരുന്ന, അതങ്ങനെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ അഭിമുഖത്തിന് അതിൻ്റെതായ കൗതുകമുണ്ടാവും എന്നതിനപ്പുറം അതിൽ സർക്കാരിൻ്റെ വികസന കാര്യങ്ങളോ രാഷ്ട്രീയമോ അതിൽ പറയും എന്നെനിക്ക് തോന്നുന്നില്ല. വളരെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള അഭിമുഖമായിരിക്കും. പക്ഷെ അതിന് സർക്കാർ ഫണ്ട് ചെലവഴിക്കണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു വ്യക്തിപരമായ അഭിമുഖം പ്രചരിപ്പിക്കാനോ മറ്റോ സർക്കാർ ഫണ്ട് ചെലവഴിക്കണോ, സർക്കാർ ഫണ്ട് ചെലവഴിച്ചാണോ അത് പ്രചരിപ്പിക്കുന്നത് നമുക്കറിയില്ല. എപ്പോഴും അതിൽ വ്യക്തതയില്ല. നമുക്ക് ആകെ അറിയാവുന്ന എന്താണ്, അതിൻ്റെ ടീസർ പുറത്തു വന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നല്ലാതെ. ഇവിടെ ഇഷ്യൂ ആകുന്നത് എന്താണ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം മുമ്പ് ഇരുവർ എന്ന പേരിൽ ഉമ്മൻചാണ്ടിയുമായി വന്ന അതേ പേരെടുത്തു. അങ്ങനെയുള്ള വളരെ എന്താണ് പറയുക, ചെറിയ കാര്യങ്ങൾ കൊണ്ടല്ല ഈ പ്രശ്നത്തെ നേരിടേണ്ടത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മൂർത്തമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? രമേശ് ചെന്നിത്തല എന്ന് പുറത്തുവിട്ട ഒരു കത്താണ്. ആ കത്ത് ആവശ്യപ്പെടുന്നത് സാധാരണ ജനങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ച കത്താണത്. അങ്ങനെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ട് കത്തയച്ചാൽ അതങ്ങനെ കൊടുക്കാമോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ സർക്കാർ ജീവനക്കാരുടെ ഫോണിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ വരുന്നു. അത് ശരിയായ രീതിയല്ല. അത് സർക്കാർ PR നടത്തുന്നുള്ളൂ മാത്രമല്ല എൻ്റെ പ്രശ്നം. സാധാരണ മനുഷ്യരുടെ പ്രൈവറ്റ് ഡീറ്റെയിൽസ്, ഫോൺ നമ്പറുകൾ, അത് അയാളുടെ സ്വകാര്യതയാണ്. സ്വകാര്യത മൗലികാവകാശമായ ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വകാര്യത അവകാശമായിരിക്കെ എൻ്റെ ഫോൺ നമ്പർ, അതിപ്പോൾ പിണറായി വിജയൻ്റെ ഓഫീസാണെങ്കിലും VD സതീശൻ്റെ ഓഫീസിലാണെങ്കിലും പ്രധാനമന്ത്രി മോദിയുടെ ഓഫീസിലാണെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഓഫീസിലാണെങ്കിലും എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നത് സ്വകാര്യതാ ലംഘനമാണ്. അപ്പോൾ മോദിയുടെ മെസ്സേജ് വരുന്നുണ്ടല്ലോ, റിസർവ് ബാങ്കിൻ്റെ മെസ്സേജ് വരുന്നുണ്ടല്ലോ, അതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടല്ലോ ഇല്ലല്ലോ ഒരു ചോദ്യമുണ്ട്. എനിക്ക് റിലയൻസോ റിസർവ് ബാങ്കോ എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, അതിൻ്റെ കൺസെൻറ്റോടു കൂടിയാണ്. അത് അയക്കാനുള്ള കൺസെൻറ്റ് ഞാൻ ഏതോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ പാൻ കാർഡ് എടുക്കുമ്പോഴോ റിസർവ് ബാങ്കിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനം വാങ്ങുമ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോൺ നമ്പറാണ്. അത് എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അവർ മെസ്സേജ് അയക്കാൻ വേണ്ടിയാണ്. ഈ അനുവാദമില്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ സർക്കാരോ എൻ്റെ ഫോൺ നമ്പറോ എൻ്റെ സ്വകാര്യ ഡീറ്റെയിൽസോ ഉപയോഗിക്കുന്നതിൽ എൻ്റെ കൺസെൻറ്റിൽ അത് പ്രശ്നം തന്നെയാണ്. അത് ഭരണഘടനാപരമായ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത്തരത്തിലുള്ള വരട്ടുവാദങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ല. അതിപ്പോൾ കോടതി അത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്താണ്,
അത് സർക്കാർ വെള്ളിയാഴ്ച തന്നെ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പബ്ലിക് റിലേഷൻ വാർ, അത് തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടി കണ്ടുള്ള പബ്ലിക് റിലേഷൻ വാർ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് പ്രസക്തമാവുമെന്ന് ചോദിച്ചാൽ പഴയ കാലമല്ല. പഴയ കാലത്ത് നോട്ടീസുകൾ, അനൗൺസ്മെൻറ്റ്, മൈതാന പ്രസംഗങ്ങൾ ഒക്കെയാണ് ജനങ്ങളെ സ്വാധീനിച്ചതെങ്കിൽ ഇന്ന് ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സോഷ്യൽ മീഡിയയാണ്, മാധ്യമങ്ങളാണ് എന്ന് ഭരണകൂടം തിരിച്ചറിയുന്നു, രാഷ്ട്രീയ കക്ഷികൾ തിരിച്ചറിയുന്നു. അപ്പോൾ പ്രചാരണ യുദ്ധം അങ്ങോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തെറ്റും ഒന്നുമില്ല, തെറ്റല്ല പ്രശ്നം ഇതാണ്, സർക്കാർ ഫണ്ട് എത്രത്തോളം അതിന് ഉപയോഗിക്കാം. മറ്റൊന്ന്, ഏത് പാർട്ടിയാണെങ്കിലും പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ അതിനുവേണ്ടി അവരുടെ കൺസെൻ്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നത്, ഇത് രണ്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. യെസ്, നിഷ നോക്കൂ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാത്രം അഭിമുഖമാണെങ്കിൽ കുറച്ച് പേര് കാണും. പക്ഷേ അവിടെ മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതിന് വ്യൂസ് അതിന് വേറെ ലെവലായിരിക്കും, അതറിയാം. അപ്പോൾ ഈ ഇൻ്റർവ്യൂയിലൂടെ ഒരു ഇമേജ് ബിൽഡിംഗ് തന്നെയാണോ ലക്ഷ്യമിട്ടിട്ടുള്ളത്? അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ് ദിവ്യ. കാരണം ഒന്നാമത്തെ കാര്യം, സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്കറിയാം, ചെയ്യുന്നുണ്ട്. അത് ഒരു മോശം ഗവൺമെൻറ് ഒന്നുമല്ല ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു വിഷനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം തന്നെയാണ്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ സർക്കാരിന് സർക്കാരിൻ്റെ സൽപ്രവൃത്തികൾക്ക് കളങ്കം ചാർത്താൻ കഴിയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വിവാദങ്ങളും വികസിച്ച് വന്നിട്ടുണ്ട്. ശബരിമല പോലെയുള്ള സംഗതികൾ, പല വിഷയങ്ങളുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിനപ്പുറം പോയാൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഭരണകർത്താവ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും കൂടുതൽ തിളക്കത്തോടെ അധികാരത്തിലേക്ക് വരുന്നതിന് പിണറായി വിജയൻ്റെ ഇമേജ് പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു രക്ഷാകർതൃ ബിംബമായിരുന്നു. കോവിഡിനെ മറികടന്ന, പ്രളയത്തെ മറികടക്കാൻ നമ്മളെ മുന്നോട്ട് നയിച്ച മനുഷ്യ നിലയ്ക്ക് ഒരു പിതൃഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണകർത്താവിന് എന്തുമാത്രം ഒരു നമ്മളെ സെക്യൂർ ചെയ്യുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ നയിക്കുന്ന, നമ്മുടെ കൈപിടിച്ച് ചേർക്കുന്ന ഒരാൾ എന്ന ഫീൽ ജനങ്ങൾക്കുണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്, അയാൾ നമ്മളെ എന്തുമാത്രം സെർവ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്നു, നമ്മളോട് എന്തുമാത്രം അനുതാപത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്നു, നമ്മൾക്ക് അയാളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം എന്തുമാത്രം ലൈറ്റർ മൊമെൻറ്റ്സുമായി ചേർന്നാണ്. ഇത് പ്രധാനമാണ്. അങ്ങനെ ഇരിക്കെ പിണറായി വിജയൻ്റെ ഇമേജിനെ കാര്യമായി ബാധിക്കുന്ന പല സംഗതികളും ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. സെൽഫി എടുക്കാൻ വരുന്ന ആളെ തട്ടി ഓടിക്കുന്നതും മൈക്കിനോട് ചൂടാവുന്നതും പല സന്ദർഭങ്ങളുണ്ട്. പിണറായി വിജയൻ ഭയങ്കരമായ രോഷത്തോടെ പ്രതികരിക്കുന്നു. പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്നാണ് UDFൻ്റെ ക്യാമ്പയിൻ. എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഏറ്റവും രോഷത്തോടെ ഒരു സമ്മേളനത്തിൽ നിന്ന്, ഒരു യോഗവേദിയിൽ നിന്ന് മാധ്യമങ്ങളെ ഇറക്കി വിടുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദാർഢ്യ രൂപത്തിൻ്റെ ഓർമ്മ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആര് ശ്രമിക്കുകയാണ്? UDF ശ്രമിക്കുകയാണ്. ആ ഓർമ്മയെ മായ്ച്ചു കളയുകയും പിണറായി വിജയനെ കുറിച്ചുള്ള ലൈറ്റർ മെമ്മറീസ് ആൻഡ് മൊമെൻറ്റ്സ്, ഇമേജസ് തിരിച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ PRXൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മഭാഗം. അപ്പോൾ അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മോഹൻലാലുമായി സംസാരിക്കുമ്പോൾ ഹാർഡ് പൊളിറ്റിക്സ് വരില്ല. അപ്പോൾ ആ അഭിമുഖം കാണാൻ വേറെ എന്തെങ്കിലുമൊക്കെ സംഗതി ഉണ്ടാകും. രജനീകാന്തിൻ്റെ സിനിമകളാണോ ഇഷ്ടം, ആക്ഷൻ സിനിമകൾ കാണുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കലാ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്, അല്ലേ? നമ്മുടെ ഒരു മോഹൻലാൽ ഈസ് അവർ നെക്സ്റ്റ് ഡോർ മാൻ. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരം ആരാന്ന് ചോദിച്ചാൽ അത് മോഹൻലാലാണ്. മോഹൻലാലിന് ഹേറ്റേഴ്സ് ഇല്ലാത്ത വിധം ഒരു വലിയ തീരെ കുറഞ്ഞ വിധം ഒരു വലിയ ആരാധക വൃന്ദമുണ്ട്. അപ്പോൾ പിണറായി വിജയനെയും മോഹൻലാലിനെയും കൂടെ വിളക്കി ചേർത്ത ഒരു സന്ദർഭം, അതിൻ്റെ പെനട്രേഷൻ പല വഴിക്കാണ്. ഒന്ന്, പിണറായി വിജയനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ എന്ത് പറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, പിണറായി വിജയൻ എന്ന പൊളിറ്റീഷ്യനും മോഹൻലാൽ എന്ന സിനിമാ താരവും ചേർന്നിരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ മോഹൻലാലിൻ്റെ ഏത് വീഡിയോയും കാണാൻ ആഗ്രഹമുള്ള ആളുകൾ. ഇങ്ങനെ പല നിലയ്ക്ക് ഇതിൻ്റെ ഒരു പ്രസരണം ഉറപ്പാക്കുക എന്ന ഉദ്ദേശം അതിനകത്തുണ്ട്. അപ്പോൾ ഒന്ന്, സാധാരണ നിലയ്ക്ക് പിണറായി വിജയൻ ഒരു PRD ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തിയാൽ കാണുന്ന പോലെ പലരും കാണില്ല. അതുപോലെയല്ല, അപ്പോൾ ആ കാണാൻ നിർബന്ധിതമാക്കുന്ന, നോർമൽ കേസിൽ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും ഒരു നിലയ്ക്കും ഓൺ ചെയ്ത് നോക്കാത്ത മനുഷ്യന്മാരിലേക്ക് പോലും എത്തിക്കാൻ കഴിയുന്ന ഒരു ചാല് കീറുകയാണ്. അത് മോഹൻലാലാണ്. മോഹൻലാലിനെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നല്ലോ. മലയാളിക്ക് എത്ര കണ്ടാലും മടുക്കാത്ത മനുഷ്യനാണ് മോഹൻലാൽ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയും. അപ്പോൾ ആ സാധ്യത പ്രയോജനപ്പെടുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവർ തമാശ പറയുന്നു, ചിരിക്കുന്നു, അവരുടെ നല്ല വശങ്ങൾ മാത്രം പറയുന്നു. അപ്പോൾ കാണുന്ന ആൾക്കാർക്ക് തോന്നും, മൈക്കൊക്കെ ഒന്ന് തട്ടി മാറ്റിയാലും ഈ മനുഷ്യന് എത്ര നന്മയുള്ള ആൾ, അല്ലേ? അദ്ദേഹം നമ്മളെപ്പോലെ സിനിമ കാണുന്ന ആളാണ്, നമ്മളെപ്പോലെ രജനീകാന്തിൻ്റെ സിനിമ ഇഷ്ടമുള്ള ആളാണ്. ആക്ഷൻ രംഗങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം. പിന്നെ എന്താണ്, അദ്ദേഹം എന്ന് വെച്ചാൽ നമ്മളെപ്പോലൊരു കുടുംബനാഥനാണ്, നമ്മളെപ്പോലെ സ്നേഹസമ്പന്നനാണ്, നമ്മളെപ്പോലെ മോഹൻലാലിനോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഈ സാധനം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളത്. അല്ലാതെ മോഹൻലാൽ, നമ്മളൊക്കെയും CM-നോട് ഇൻ്റർവ്യൂ ചോദിക്കുമല്ലോ, തരുന്നില്ലല്ലോ. മോഹൻലാലും ആ കൂട്ടത്തിൽ പോയി ചോദിച്ചു വന്നാൽ മോഹൻലാലിനെ കൊടുത്തേക്കാം എന്നല്ല, മോഹൻലാലിന്റെ ആവശ്യപ്രകാരം തന്നെയാണ് മോഹൻലാലിനെ കൊണ്ടുവരികയാണ്. മോഹൻലാലിന് ഒരു പക്ഷേ പേ ചെയ്യുന്നുണ്ടാവാം. മോഹൻലാൽ ഇപ്പോൾ ഈ തിരക്കിടയ്ക്ക് വരികയല്ലേ. അപ്പോൾ അദ്ദേഹം അങ്ങനെ വരുന്നു, അങ്ങനെ ചെയ്യുന്നു. അതിപ്പോൾ നമ്മൾ പല ഘട്ടങ്ങളിൽ അന്താരാഷ്ട്ര തലം മുതൽ ഇപ്പോൾ കേരളം വരെ എടുത്തു നോക്കിയാൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സെലിബ്രിറ്റീസിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാരെ കാണാൻ പറ്റും. ഉമ്മൻചാണ്ടിയും മോഹൻലാലും തമ്മിൽ സംസാരിച്ചിരുന്നുണ്ട്. നവ്യ നായരും പിണറായി വിജയനും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസനും പിണറായി വിജയനും തമ്മിൽ ദീർഘ സംഭാഷണം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ്?
പിണറായി വിജയനെ സംബന്ധിച്ച് അത്തരം ലൈറ്റേഴ്സ് മൊമെൻറ്റ്സിന് അദ്ദേഹം ഇരുന്ന് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അദ്ദേഹം. പക്ഷേ അതിന് ഇരുന്ന് കൊടുക്കുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിന് അറിയാം ഇതൊരു അസാധാരണ സന്ധിയാണ്, അവിടെ ഇരുന്ന് കൊടുത്തേ പറ്റൂ എന്നറിയാം, അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായും പിണറായി വിജയനെ ഒരു സ്നേഹസമ്പന്നനായ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ്. ഒരു കാര്യമുണ്ട്, ആ ടീസർ വന്നപ്പോൾ തന്നെ അത് ഹിറ്റായി, ആളുകൾ അതിനെ സ്വീകരിക്കുകയും ലെഫ്റ്റിന് ഭയങ്കര കോൺഫിഡൻസ് ആയി. നമ്മൾ വരാൻ പോകുകയാണെന്നൊരു മൂഡ് ഇന്നലെ രാത്രി എന്തായാലും എല്ലാവർക്കും ഉണ്ട്. ഇന്നലെ രാത്രിത്തെ ലെഫ്റ്റ് ക്യാമ്പിൻ്റെ മൊത്തം മൂഡ് നമ്മൾ റിട്ടേൺ നമ്മൾ തുടരാൻ പോവാണ് എന്നാണ്. അതൊരു വലിയ നേട്ടമാണ്. കാരണം വെച്ചാൽ ഈ 10 വർഷം ഭരണം പൂർത്തിയാക്കുകയും അപ്പുറത്ത് മാരകമാം വിധമുള്ള പ്രചരണം നടക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു 11ാം മണിക്കൂറിലും നമ്മൾ വന്നേക്കും, ചിലപ്പോൾ നമ്മൾ വരും, അല്ല നമ്മളാണ് വരാൻ പോവുക എന്നൊക്കെയുള്ള ഒരു അനിശ്ചിതത്വം നിലനിർത്താൻ കഴിയുന്ന തന്നെ നേട്ടമാണ്. ബാക്കി രണ്ടാമത്തെ കാര്യമാണ്, അത് പൂർണ്ണമായും നമ്മൾ അപ്പാടെ വീഴാൻ പോവുകയാണ്, സതീശൻ മുഖ്യമന്ത്രി ആകാൻ പോകണം എന്നൊരു ഫീൽ അല്ലല്ലോ പൂർണ്ണമായിട്ടുള്ളൂ. നമ്മൾ അടിച്ചു നിൽക്കുകയാണ്, ചിലപ്പോൾ നമ്മൾ കയറും, അല്ലെങ്കിൽ നമ്മൾ തന്നെ കയറുന്നൊരു മൂഡ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നു. അതിന് അവരുടെ ഈ പറയുന്ന എക്സസൈസുകളൊക്കെ അവർക്ക് ഗുണം ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ സീൻ ഇതെടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാക്കുന്ന ചിലവ്, ഇപ്പോൾ അജിൻസ് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ചിലവ്, ഇപ്പം ഞാൻ ടി കെ രാജീവ് കുമാർ അതിൻ്റെ സംവിധാനം ഒന്ന് കേൾക്കുന്നു, അഴകപ്പനാണ് അതിൻ്റെ ക്യാമറ, ഇവർക്ക് ഭയങ്കര ഹൈപ്പേഡ് കക്ഷികളാണ്, അഴകപ്പൻ ഹൈപ്പേഡ് കക്ഷിയാണ്. അപ്പോൾ സത്യത്തിൽ ഈ ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൊള്ളാവുന്ന കുറേ DSLR ക്യാമറകളും ഗിംബലും ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം പടക്കം പെടുന്ന സാധനം ഉണ്ടാക്കി തരും. അപ്പോൾ അതിനൊക്കെ ഇത്ര എക്സ്പെൻസീവ് ആവണമെന്നുള്ള ചോദ്യമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ CPM സംബന്ധിച്ച് വേണമെങ്കിൽ CPM ഈ ചോദ്യമൊക്കെ തിരിച്ചു ചോദിക്കാം. അതായത് ഇപ്പോൾ അക്ഷയ്കുമാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അക്ഷയ്കുമാർ 2019 ഇലക്ഷനിലാണ് മോദിയായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുന്നത്. അന്നാണ് മാങ്ങ നിങ്ങൾ എങ്ങനെയാണ് കഴിക്കുന്നത് ചോദിക്കുന്ന അടിസ്ഥാന ജീവസന്ധാരണ പ്രശ്നങ്ങളൊന്നും ചോദിക്കാത്തൊരു ഇൻ്റർവ്യൂ നടത്തുന്നത്. അന്ന് MA ബേബി, അന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടില്ല, അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഫ്യൂട്ടൈൽ എക്സസൈസാണ്, ഇതുകൊണ്ടൊന്നുള്ള കാര്യം, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എന്ന് ട്വീറ്റ് ചെയ്തതാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം അന്ന് ആ ഇതിൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെക്കുറിച്ച് പല സംഗതികളൊക്കെ അഭിപ്രായമായിട്ട് പറഞ്ഞു. ഇവിടെ മോഹൻലാൽ മുന്നിൽ വരുമ്പോൾ മോഹൻലാൽ സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമോ എന്നുള്ള ചോദ്യം വേണമെങ്കിൽ എതിരാളികൾക്ക് ചോദിക്കാം, വിമർശിക്കുന്നവർക്ക് ചോദിക്കാം, മോഹൻലാലിന് തന്നെ ചോദിക്കാമല്ലോ. സിനിമാ മേഖലയുടെ നവീകരണത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നിലിരിക്കുകയാണ്, എന്താണ് അത് വൈകിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാമല്ലോ. പക്ഷെ മോഹൻലാലും ചോദിക്കില്ല, മുഖ്യമന്ത്രിന് ഉത്തരം പറയാൻ പോകുന്നില്ല. അപ്പോൾ അവർ സംസാരിക്കാൻ പോകുന്നത് ഭയങ്കര ഒരുപക്ഷെ കിഫ്ബി വഴി കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്റ്റുകളെ കുറിച്ച് ചോദിക്കുമായിരിക്കാം. ഏറ്റവും വലിയ എന്താണ് പ്രൗഡ് മൊമെൻ്റ് ഏതാണ്, മനസ്സിൽ കൊണ്ടു നടക്കുകയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ ഓർമ്മയുള്ള എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ട്, അതാണ് എന്താണ് ബാക്കിയുള്ളത്, ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അദ്ദേഹം പൂർത്തീകരിക്കാനുള്ള സംഗതികൾ പറയും. പൂർത്തീകരിച്ചതിനെക്കുറിച്ചുള്ള അഭിമാനകരമായ നിമിഷങ്ങൾ, വിഴിഞ്ഞം പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച്, ഹൈവേ പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച്, ഗെയിൽ പൈപ്പ് ലൈനെക്കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ അതിദാരിദ്ര്യമുക്തിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയും. അതാണ് സാധ്യത. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു PR എക്സസൈസ് ആണ് എന്ന സംഗതിയുണ്ട്. പക്ഷേ PR ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതുപോലുണ്ട്. എല്ലാവരും അവരവരുടെ വഴിക്ക് ചെയ്യട്ടെ. സർക്കാരിൻ്റെ പൈസ എടുത്ത് അനാവശ്യമായി ചിലവാക്കുന്നുണ്ടെന്നുള്ളൊരു ഓഡിറ്റ് അത് സാധുതയുള്ള ഒന്നാണ്. ഈ കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഒരു കത്ത് പുറത്തുവിട്ടുണ്ട്. ആ കത്ത് പുറത്തുവിട്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്പെഷ്യൽ ഡ്യൂട്ടി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കത്ത് അയച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ K-സ്മാർട്ടിലും എന്താണ് സ്പാർക്കിലുള്ള വിവരങ്ങൾ മുഴുവൻ ഇവിടെ തരണം, ഞങ്ങളൊരു പട്ടിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. K-സ്മാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ബിൽഡിംഗ് നികുതി അടയ്ക്കുന്നവർ, അല്ലെങ്കിൽ ലോക്കൽ ബോഡി ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ഇവിടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എല്ലാം കൊടുത്തിട്ടുള്ള ഡേറ്റ മുഴുവൻ സർക്കാർ എടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് ഇവരൊക്കെ ആരാണ്, ഇവരുടെ പേരെന്താണ്, ഇവരുടെ വാർഡ് എന്താണ്, തദ്ദേശ സ്ഥാപനം ഏതാണെന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. അങ്ങനെ എടുത്തിട്ട് അതുവഴി എന്ത് ചെയ്യാണ്, ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനോ വിവരങ്ങൾ എത്തിക്കാനോ ശ്രമിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല. കാരണം എന്താണ്, ഡാറ്റ എന്ന് പറയുന്നത്, പ്രൈവസി എന്ന് പറയുന്നത് പരമപ്രധാനമാണ് എന്ന രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഇപ്പോൾ ഇവിടെയുള്ള ഡാറ്റ പ്രൈവസി നിയമം പോലും ദുർബലമാണെന്നും അത് ഉടച്ചു വാർക്കണമെന്നും അഭിപ്രായമുള്ള പാർട്ടിയാണ്. ഡാറ്റ പ്രൈവസിയുടെ പേരിലും വ്യക്തിഗത വിവരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും സുശക്തമായ നിലപാടുള്ള പാർട്ടിയാണ്. അത് പാർട്ടി രേഖകളിലുള്ള പാർട്ടിയാണ് പാർട്ടി, ഇവർ സാധാരണ പാർട്ടിയല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഈ ഫ്യൂട്ടൈൽ എക്സസൈസ് പോലെയുള്ള വാക്കുകൾ ഒരു വസ്തിരിക്കുന്നുണ്ട്. ഒപ്പം ഈ പറഞ്ഞ സ്വകാര്യതാ സംരക്ഷണം പോലെയുള്ള അടിസ്ഥാന നയരേഖ ഒരു വസ്തിരിക്കെ ഇങ്ങനെ വിവരങ്ങൾ മുഴുവൻ ചോർത്താം. നമ്മൾ സർക്കാരിന് വില്ലേജ് ഓഫീസിൽ കൊണ്ട് വിവരം കൊടുത്തിരിക്കുന്നത് സർക്കാരിന് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാനല്ല എന്ന കാര്യം ആണല്ലോ നമ്മുടേത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യരുത്, ഇതിന് വിശദീകരണം നൽകണം. ഇത് രാഷ്ട്രീയമായ മറുപടിയും സാങ്കേതികമായ മറുപടിയും നൽകേണ്ട വിഷയം വേറെ അവിടെ കിടക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ ഗംഭീരമായിരിക്കട്ടെ, നമുക്ക് കണ്ടു നോക്കാം, രസമായിരിക്കും. ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് മോഹൻലാൽ ഇൻ്റർവ്യൂ മാത്രം കണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ LDFനെ സംബന്ധിച്ച് നല്ല കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ അവർക്കൊരു ഡോമിനൻസ് ഈ ദിവസങ്ങളിലുണ്ട്. ഈ മണിക്കൂറുകൾ അവർക്കൊരു ഡോമിനൻസ് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഡിജിറ്റൽ സ്പേസിലുണ്ട് എന്നത് കാണാതിരിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. മോഹൻലാൽ എന്ത് ചോദ്യം ചോദിക്കണമെന്നാണ് നിഷാദ് ആഗ്രഹിക്കുന്നത്? അല്ല, മോഹൻലാൽ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ മോഹൻലാലിന് കുറേ അധികം കാര്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ട് എനിക്ക് ചോദിക്കാൻ മോഹൻലാൽ ചോദിച്ചാൽ പല വിഷയങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊസിഷൻ എടുത്തു പോന്നിട്ടുള്ള പാർട്ടി സെക്രട്ടറിയെ
ഓർമ്മയുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും ഇപ്പോൾ ഭയങ്കരമായ കോംപ്രമൈസിങ് മൂഡിലേക്ക് പോവുകയോ സ്കിപ്പ് ചെയ്യുകയോ ചെയ്യുന്നു എന്ന് വിമർശകർ പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വേണമെങ്കിൽ മോഹൻലാലിനെ ചോദിക്കാവുന്നതാണ്. രാഷ്ട്രീയമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക, ആ പ്രത്യേക ആക്ഷൻ ഒന്ന് കാണിച്ചു തരാമോ? ഭയങ്കര രസമായിരിക്കില്ലേ? ഞാൻ അതിൽ ലേറ്റർ മൊമെന്റ്സേ കാണുന്നുള്ളൂ. ലേറ്റർ മൊമെന്റ്സിൽ ഏറ്റവും കിടിലൻ അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതെ, എന്തായാലും അത് തന്നെയാണ്. കാരണം ഓൾറെഡി അവർ രണ്ടുപേരും കണ്ട് തയ്യാറാക്കി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി ഉത്തരങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തന്നെയാണ് അഭിമുഖം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്നത് പോലെയുള്ള വിവാദങ്ങളും അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ രസമായിരിക്കും കാണാൻ. വരട്ടെ.